എനിക്ക് പാസ്പോർട്ട് ഇല്ലാതെ കൊണ്ടാണ് ഈ സ്പൈഡി മോൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒന്നും മിണ്ടാതിരിക്കുക. ആരെങ്കിലും കേട്ടാൽ പോലീസ് പിടിക്കും. സാറേ, ഇവനെ അറസ്റ്റ് ചെയ്ത് എന്നെ വെറുതെ വിടുവോ? അമ്മച്ചി, ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതല്ലേ മിണ്ടാതിരിക്കാൻ. എടാ സ്പൈഡി മോനെ പൊട്ട, ഈ ഫുഡ് കൊള്ളാവല്ലോ. എങ്കിൽ നിങ്ങൾ ഇത് കഴിക്കി. ഞാൻ പുറത്ത് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. അയ്യോ, സ്പൈഡർമാൻ രക്ഷപ്പെട്ടല്ലോ. അമ്മച്ചി ഇല്ലാതെ ഞാൻ ഇവിടെ എങ്ങനെ നിൽക്കും? എടാ സ്പൈഡറെ, ഞാൻ അവരെ കണ്ണു വെട്ടിച്ച് ചാടിയതാ. നീ പെട്ടെന്ന് ഓടിക്കോ, ഇല്ലെങ്കിൽ നമ്മളെ രണ്ടാളെയും പിടിക്കും. അവരിപ്പോഴേ ഓടിയൊക്കെയാ വരുന്നത്. ഈ അമ്മച്ച എന്നെയും കൂടി കൊടുക്കാൻ വേണ്ടിയാണല്ലേ ജയിലിൽ ചാടി വന്നേ. വളരെ സന്തോഷത്തോടു കൂടിയാ പറയുന്നത്. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ അവിടെ നിൽക്കുക? വാ, നമുക്കൊരു ചായ കുടിക്കാൻ പോവാം. അമ്മച്ചി, ഇത് നമ്മുടെ 10 രൂപ ബണ്ണല്ലേ? എടാ പൊട്ട, ഇതിൽ ക്രീം കണ്ടില്ലേ? ഇത് മസ്ക ബണ്ണ. ഇതിന്റെ വില 50. എവിടെ മലയാളികളല്ലേ മുഴുവനും ഉള്ളത്? ഇവർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നു. എന്തല്ലേ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ? അമ്മച്ചി, ഒരു തുള്ളി വെള്ളവും കിട്ടാനില്ലല്ലോ. ഈ വെയിലത്ത് അധ്വാനിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് ഓരോ വ്യക്തിയും സന്തോഷത്തോടെ പണം അയക്കുന്നത്. മരുഭൂമിയിൽ നിന്നും ഇങ്ങോട്ട് എത്തിയപ്പോ എന്തോ ഒരു ആശ്വാസം. ചേട്ടാ, ഇവിടെ അടുത്ത് ഹോട്ടൽ എവിടെയുള്ളേ? നേരെ പോയിക്കോ ചേട്ടാ. നമ്മുടെ കേരളം തന്നെയല്ലേ മനോഹരം. മരങ്ങളും നെല്ലുകളും എല്ലാം കൊണ്ടും കേരളം അതിമനോഹരമാണ്. അതാ പറയുന്നത്, അക്കരെ നിൽക്കുമ്പോ ഇക്കരെ പച്ചം, ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ചം. ഇവിടെയുള്ള ഓരോ പ്രവാസി ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് ആർക്കെങ്കിലും ഇവിടെ നിൽക്കാൻ ഇഷ്ടം കൊണ്ടല്ല, നമ്മുടെ നാട്ടിലുള്ളവർ സുഖമായി ജീവിക്കാനും മുന്നോട്ട് പോകാനും വേണ്ടി. ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലല്ലോ. ഇവിടുന്ന് ജോലി ചെയ്യുന്നവൻ ചെയ്തുകൊണ്ടേയിരിക്കും. നാട്ടിൽ അവനൊരു വിലയും ഉണ്ടാവില്ല. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ചാനലായ 1x1 മേക്കേഴ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യൂ.